IRGCയുടെ എയ്റോസ്പേസ് ആസ്ഥാനം തകർത്ത് ഇസ്രയേൽ. ഇറാനിൽ ആക്രമണം തുടരുകയാണ്. ഇറാനെതിരായ ഇസ്രയേൽ US സൈനിക നീക്കത്തിന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണി പിന്തുണ അറിയിച്ചു. ഇറാനിയൻ കപ്പൽ തകർത്തതിനെ തുടർന്ന് ശ്രീലങ്കൻ സേന രക്ഷപ്പെടുത്തിയ സൈനികരെ തിരിച്ചയക്കരുതെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ സൈപ്രസിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കാൻ ഇറ്റലി പദ്ധതിയിട്ടു. ജനവാസ മേഖലകൾ ലക്ഷ്യം വയ്ക്കുന്നതിന് മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നതായി അറബ് ലീഗും പ്രതികരിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ പോപ്പ് ലിയോ 14 വീണ്ടും ആശങ്ക രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, സംഘർഷം തുടരുകയാണ്, ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ. തീർച്ചയായും അതിരൂക്ഷമായ സംഘർഷമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇറാൻ്റെ IRGCയുടെ എയ്റോസ്പേസ് ആസ്ഥാനം കൂടി തകർത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, IRGCയുടെ നിരീക്ഷണ പരിപാടികൾക്കായി വിക്ഷേപിച്ചിരിക്കുന്ന ഖയാം സാറ്റലൈറ്റിൻ്റെ കൺട്രോൾ സെൻറ്ററിലാണ് ഈ ആക്രമണം നടന്നത്. പൂർണ്ണമായ ആക്രമണത്തിൽ അതെല്ലാം തന്നെ തകർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും IRGCയുടെ നിരീക്ഷണം, അതായത് IRGCയെ സംബന്ധിച്ചിടത്തോളം IRGCക്കെതിരായി ഉണ്ടാകുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമാക്രമണങ്ങളും അതുപോലെ തന്നെ മിസൈൽ ആക്രമണങ്ങളെല്ലാം തന്നെ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് ഈ സാറ്റലൈറ്റ് അനിവാര്യമാണ്. ആ അനിവാര്യമായ സാറ്റലൈറ്റിൻ്റെ ഒരു കൺട്രോൾ സംവിധാനം, ഭൂമിയിൽ നിന്നുള്ള നിയന്ത്രണ സംവിധാനമാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത് IRGCയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമാകാനുള്ള സാധ്യത തന്നെയാണുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനിലെ ഈ സംഘർഷം രൂക്ഷമായൊരു സാഹചര്യത്തിൽ പല നടപടികളും പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് തന്നെയാണ് അറബ് ലീഗിൻ്റെ ഒരു നിലപാട് അല്പസമയം മുമ്പ് പുറത്തു വന്നത്. അറബ് ലീഗ് ഈ വിഷയത്തിൽ വലിയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അറബ് രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്നത് പ്രദേശത്തെ ഒരു സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതിലേക്ക് വഴിവെക്കുന്നു എന്ന ഏറ്റവും നിർണായകമായൊരു നിരീക്ഷണവും അറബ് ലീഗ് രാഷ്ട്രങ്ങളുടെ യോഗത്തിലും അവരുടെ ഔദ്യോഗികമായി അവരുടെ സെക്രട്ടറി ജനറൽ തന്നെ അറിയിക്കുകയും വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവവികാസം എന്ന് പറയുന്നത്, ഈ ആക്രമണം നടന്നൊരു പശ്ചാത്തലത്തിൽ സൈപ്രസിലേക്ക് ഒരു ആക്രമണം നടന്നിരുന്നു. സൈപ്രസിലേക്ക് നടന്ന ആക്രമണം സ്വാഭാവികമായും ബ്രിട്ടൻ്റെ സൈനിക താവളമായതുകൊണ്ട് തന്നെ സൈപ്രസിലേക്ക് നടന്ന ആക്രമണത്തെ സാഹചര്യത്തിൽ ചില ഫ്രിഗേറ്റുകൾ, അതായത് ചെറു യുദ്ധക്കപ്പലുകൾ സൈപ്രസിലേക്ക് അയക്കാൻ ഇറ്റലി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ജോർജിയോ മെലോണിയും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു വശത്തുകൂടെ ഇങ്ങനെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മറ്റൊരു പ്രധാന സംഭവ വികാസം എന്ന് പറയുന്നത്, നേരത്തെ പോപ്പിൻ്റെ ഒരു പ്രതികരണമാണ്. പോപ്പിക്ക് ഈ സംഭവ വികാസങ്ങളിലെല്ലാം തന്നെ വലിയ ആശങ്ക വീണ്ടും രേഖപ്പെടുത്തുകയാണ്. നേരത്തെയും ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഇത് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് വീണ്ടും അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ കുറിപ്പിലെ ഒരു പോസ്റ്റും പുറത്തു വന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആക്രമണം അതിരൂക്ഷമായി നടക്കുന്നുണ്ട്. പലയിടങ്ങളിലും ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടക്കുന്നു, പലയിടങ്ങളും തകർക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ IRGCയുടെ ആസ്ഥാനം നേരത്തെ തന്നെ, അതായത് 3 ദിവസങ്ങൾക്ക് മുമ്പേ IRGCയുടെ ആസ്ഥാനം തകർത്തിരുന്നു. ഇപ്പോൾ IRGCയുടെ എയ്റോസ്പേസ് കമാൻഡ് സെൻറ്റർ ഉൾപ്പെടെ തകർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതീവ ഗൗരവമുള്ള ഒരു ആക്രമണം തന്നെ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത്. ഗൾഫ് രാജ്യങ്ങളുടെ ഇറാൻ പ്രസിഡന്റ് ക്ഷമാപണം നടത്തിയതിന് പിന്നാലെ സൗദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണങ്ങൾ തുടർന്ന് ഇറാൻ. റിയാദ് നഗരത്തിന് കിഴക്കെ 13 ഡ്രോണുകളും സൗദി വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച 8 ഡ്രോണുകളും പ്രതിരോധിച്ചതായി സൗദി അറിയിച്ചു. മന്ത്രാലയ